RSSനെ കുറിച്ചാണ്. RSSന്റെ ഒരു മാസികയിൽ വന്ന ഒരു ലേഖനത്തെക്കുറിച്ചാണ്. പാഞ്ചജന്യം എന്ന് പറയുന്ന ലേഖനത്തിൽ ജാതി വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ ഒന്നിച്ച് നിർത്തി എന്നാണ് RSS അവകാശപ്പെടുന്നത്. അങ്ങനെ RSS ഈ ജാതി വ്യവസ്ഥയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളൊരു ലേഖനമാണ്. അതിൽ കോൺഗ്രസിനെ പല ഭാഗങ്ങളിൽ വിമർശിക്കുന്നുണ്ട്. ഒപ്പം മിഷണറിമാരെ, മുഗളന്മാരെയൊക്കെ വിമർശിക്കുന്നുണ്ട്. ഈ ജാതി വ്യവസ്ഥ തകർക്കാൻ കാരണക്കാരായത് ഇവരാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ദാവൂദ് സർ, ആ ലേഖനം വായിച്ചിരുന്നോ? ആ ലേഖനം വായിച്ചു. ആ ലേഖനത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്ഷനാണ് ഞാൻ വായിച്ചത്. എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയുള്ളൂ, കൃത്യമായി മനസ്സിലാവില്ല. അപ്പോൾ പാഞ്ചജന്യം എന്ന് പറയുന്ന RSSൻ്റെ വാരികയാണ്. 1942 മറ്റോ തുടങ്ങിയ വാരികയാണ്. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി, KL മൽക്കാനി പോലെയുള്ള പ്രസിദ്ധരായ ആളുകൾ പത്രാധിപരായി നിന്നിട്ടുള്ള വാരികയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ പത്രാധിപർ ഹിതേഷ് ശങ്കർ, അദ്ദേഹം എഴുതിയ എഡിറ്റോറിയലാണിത്. ആ എഡിറ്റോറിയലിൻ്റെ കോണ്ടക്സ്റ്റ് എന്ന് വെച്ചാൽ, ലോക്സഭയിൽ നമ്മുടെ മിനിസ്റ്റർ ഉണ്ടല്ലോ അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയുടെ ജാതി ഏതാണെന്ന് ചോദിച്ചല്ലോ. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഡിറ്റോറിയലിൻ്റെ ഒരു ക്രക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ യൂണിഫൈങ് ഫോഴ്സ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇന്ത്യൻ ജനതയെ യൂണിഫൈ ചെയ്യുന്ന, അവരെ ഐക്യപ്പെടുത്തുന്ന ഒരു ചരടാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജാതിക്കെതിരെ ആരാണ് കുഴപ്പമുണ്ടാക്കിയത്? ജാതിക്കെതിരെ അലമ്പുണ്ടാക്കിയത് ഒന്ന് മുഗളന്മാരാണ്. മുഗളന്മാർക്ക് അറിയാൻ പാടുണ്ടായില്ല ഇതെന്താ ഈ സാധനം. അവർ വാളുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പിന്നെ മിഷണറിമാർ സേവ കൊണ്ടും സുധാർ കൊണ്ടും, സേവ എന്ന് പറഞ്ഞാൽ സർവീസ്, സുധാർ എന്ന് പറഞ്ഞാൽ റീഫോം. അപ്പോൾ സേവ കൊണ്ടും സുധാർ കൊണ്ടും ജാതിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ആക്ച്വലി ജാതി എന്ന് പറയുന്നത് ഹിന്ദു ഡിഗ്നിറ്റി, ഹിന്ദു റെസ്പോൺസിബിലിറ്റി, ഹിന്ദു ഫ്രട്ടേണിറ്റി, ഒരു വാക്കുകൂടെ പറയുന്നുണ്ട്. ഈ സംഗതി ഇതിനെ റിവോൾവ് ചെയ്തുകൊണ്ടിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സാമൂഹിക സ്ഥാപനമാണ് ജാതി. അത് ഹിന്ദു ഡിഗ്നിറ്റിയെ നിലനിർത്തുന്നത്, ഹിന്ദു റെസ്പോൺസിബിലിറ്റിയെ നിലനിർത്തുന്നത്, ഹിന്ദു പ്രൈഡിനെ നിലനിർത്തുന്നത്, ഹിന്ദു ഫ്രട്ടേണിറ്റിയെ നിലനിർത്തുന്നത്, ഇതെല്ലാം എന്താണ്? ജാതിയിലൂടെയാണ്. എന്തുകൊണ്ടാണ് ബംഗാളിലെ വ്യൂവേഴ്സ് മാഞ്ചസ്റ്ററിലെ ഏറ്റവും മികച്ച മില്ലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രോഡക്റ്റിനേക്കാൾ മികച്ച പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ബംഗാളിലെ നെയ്ത്തുകാർക്ക് സാധിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് തലമുറയായി ഈ ജാതിയിലൂടെ കൈമാറി വന്നിട്ടുള്ള നൈപുണികളുടെ കൈമാറ്റം കൊണ്ടാണ്. അത് പറയുന്നത് ജാതി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നൈപുണികളുടെ പ്രിസർവേഷനും അതിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ കൈമാറ്റത്തിനും വേണ്ടി ഉണ്ടാക്കിയുള്ള ഒരു സംവിധാനമാണ്. അതാണ് ഇന്ത്യയെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഹിന്ദു ഐഡൻറ്റിറ്റിയുടെയും ഹിന്ദു പ്രൈഡിൻ്റെയും ഹിന്ദു റെസ്പോൺസിബിലിറ്റിയുടെയും ഹിന്ദു ഫ്രട്ടേണിറ്റിയുടെയും ഭാഗമാണത്. അപ്പോൾ അതിനെതിരെയാണ് കോൺഗ്രസ് സംസാരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ പോയി പിന്നെ എവിടെ എത്തുന്നു എന്ന് ചോദിച്ചാൽ, ആ കോൺഗ്രസിൻ്റെ ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജാതി സെൻസസ് എന്ന വാദം കോൺഗ്രസ് ഉയർത്തുന്നത്. ഇത്രയാണ് ആ എഡിറ്റോറിയലിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ജാതി എന്ന് പറയുന്നത് നിങ്ങളീ പറയുന്ന ഒരു അലമ്പ് പരിപാടിയൊന്നുമല്ല, അത് വളരെ ഉഷാറ് പരിപാടിയാണ് എന്ന അഭിപ്രായമുള്ള ആളുകൾ ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഇന്ത്യയിലെമ്പാടുണ്ടെന്ന് പറഞ്ഞാൽ ഗാന്ധിജിക്ക് പോലും ആ അഭിപ്രായം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ജാതിയോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ഗാന്ധിജി ജാതി അടിസ്ഥാനപരമായി തെറ്റല്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹം അൺടച്ചബിലിറ്റിയൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ജാതി തെറ്റല്ല. ജാതി ഈ പറഞ്ഞ മാതിരി ഇന്ത്യയുടെ അതൊരു ഡിവിഷൻ ഓഫ് ലാബറിൻ്റെ ഭാഗമാണ്, ഇന്ത്യൻ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ജാതി നിർമൂലനം, അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു റിഫോമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം. നേരെ വെച്ച് അംബേദ്കർ എന്താണ്? അനൈലേഷൻ ഓഫ് കാസ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അംബേദ്കറുടെ പ്രസിദ്ധമായ പുസ്തകമില്ലേ രശ്മ? ആ പുസ്തകത്തിനൊരു കഥയുണ്ട് കേട്ടോ. 1936 ലാഹോറിൽ ജാത് പത് തോഡ യോജന എന്തോ പറഞ്ഞിട്ടൊരു സംഘടന, ഒരു റിഫോമിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവർ ഒരു ജാതി വിരുദ്ധ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ലാഹോറിൽ. അപ്പോൾ അതിൽ പ്രഭാഷകനായിട്ട് അംബേദ്കറെ വിളിക്കുന്നു. അംബേദ്കർ അദ്ദേഹം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രഭാഷണം വളരെ നേരത്തെ അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ പ്രഭാഷണം വായിച്ചു നോക്കി ഇതിൻ്റെ സംഘാടകർ അയ്യോ ഈ പ്രഭാഷണം ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അംബേദ്കർക്ക് മറുപടി അയക്കുന്നു. അംബേദ്കർ അവർക്ക് എഗൻ കത്തയക്കുന്നു, അതിനകത്തൊരു കോമ പോലും മാറ്റാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് പറയുന്നു. അവസാനം അവർ ആ സമ്മേളനം ക്യാൻസൽ ചെയ്യുന്നു. ഈ സമ്മേളനം ആരാണെന്നറിയോ? ജാതി നിർമൂലനം, ജാതിക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അവർക്ക് പോലും അതിൽ പേടിയുണ്ടായിരുന്നു.
അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ പ്രഭാഷണം പിന്നീട് പുസ്തകമാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലോകപ്രശസ്തമായ അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അന്ന് ഗാന്ധിജി ഇതിൽ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ഹരിജൻ മാസികയിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ സംഘടന ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് പിന്നെ അത് വേണ്ടെന്ന് പറയാൻ ശരിയായില്ല. പക്ഷേ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് സാധനം നേരത്തെ ഇന്ത്യയിലുള്ളതാണ്. ജാതി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്, നമ്മളതിനെ അങ്ങനെ കാണേണ്ടതില്ല എന്ന് അഭിപ്രായമുള്ള ആൾ. മുമ്പൊരിക്കലും നമ്മുടെ മീഡിയ വണ്ണിൽ ഒരു ഷോയിൽ, കേരള സമ്മിറ്റാണോ സ്പെഷ്യൽ എഡിഷൻ എനിക്ക് എത്ര ഓർമ്മയില്ല, ജാതിയുമായി ബന്ധപ്പെട്ടൊരു ഇതാണ് ഷോയാണ്. അതിനകത്ത് യോഗക്ഷേമ സഭയുടെ പ്രതിനിധി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ജാതി ഇങ്ങനെയൊക്കെ ചെയ്ത് പറയണത്? ഇപ്പം നിങ്ങൾ ഭയങ്കര പ്രശ്നമായിട്ട് ഇത് പറയുന്നുണ്ട്, അയിത്തം. ഉയർന്ന ജാതിക്കാർ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ എന്ത് ശബ്ദം ഉണ്ടാക്കും, ആ ശബ്ദം കേൾക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാരൊക്കെ മാറിക്കൊടുക്കണം എന്നത് ഭയങ്കര പ്രശ്നമാണ്. ഇന്ന് നോക്കിയേ, ഇന്ന് മുഖ്യമന്ത്രി വരുമ്പോൾ ഇത് ഇങ്ങനെ അടിക്കുന്നില്ലേ, ബീക്കൺ അടിച്ച് സൈറൺ അടിച്ച് നിങ്ങളൊക്കെ മാറിയിരിക്കുന്നില്ലേ, അതേമാതിരിയുള്ള സംഗതി മാത്രമാണ്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ബീക്കണും സൈറണൊന്നും ഇല്ല അന്നുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ എന്ന് നമ്മുടെ ഷോയിൽ ഈ യോഗക്ഷേമ സഭയുടെ ഒരാൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ജാതിയെ മിനിമലൈസ് ചെയ്യുന്ന റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ മഹാത്മാഗാന്ധി തന്നെയാണ്. അതുകൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ അംബേദ്കറേറ്റുകളും ഗാന്ധിയും തമ്മിലുള്ള ഏറ്റവും വലിയ സംഘർഷം എന്താണ്? ഈ ജാതിയോടുള്ള സമീപനം എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ RSS ഇതിലൊരു കുടുക്കിൽ പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എഡിറ്റോറിയൽ സമാപിക്കുന്നത് എങ്ങനെയാണ്? ജാതി സെൻസസിനെ എതിർത്തുകൊണ്ടാണ്, ജാതി സെൻസസിനെതിരെ സംസാരിച്ചുകൊണ്ടാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, BJP അല്ലെങ്കിൽ RSS ഇന്നുവരെ ജാതി സെൻസസിനെതിരെ ഔദ്യോഗികമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇവരുടെ ജാതി സെൻസസ് എന്നുള്ള ആവശ്യം വന്നപ്പോൾ ഇവരുടെ വിദർഭ മേഖലയിലെ പ്രധാനപ്പെട്ട നേതാവ് അതിനെതിരെ സംസാരിച്ചു, RSSൻ്റെ. അതിനെ തിരുത്തിക്കൊണ്ട് RSSൻ്റെ ദേശീയ മീഡിയ കൺവീനർ സുനിൽ അംബേദ്കർ കഴിഞ്ഞ ഡിസംബറിൽ ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്, ഞങ്ങൾ ജാതി സെൻസസിനെതിരല്ല എന്ന് പറഞ്ഞിട്ട്. ഇനി വേറൊരു കാര്യം, ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയത് എവിടെയാണ്? ബീഹാറിൽ നടപ്പിലാക്കിയപ്പോൾ ആരാണ് ക്ലെയിമുമായി വന്നത്? BJP ആണ്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് നടപ്പിലാക്കിയത്, ഞങ്ങൾ കൂടെ അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞത്. BJP ഇതുവരെ ഔദ്യോഗികമായി ജാതി സെൻസസിനെ എതിർത്തിട്ടില്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നാഗ്പൂരിൽ വിദ്യാർത്ഥികളൊരു സമ്മേളനം അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ മോഹൻ ഭാഗവത് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഭാജന്യത്തിൻ്റെ എഡിറ്റോറിയൽ എന്താ പറയുന്നത്, ഈ ജാതി വ്യവസ്ഥകളിൽ പറയണ ഒരു കുഴപ്പം പിടിച്ച സാധനം ആയിരുന്നില്ല, അത് നൈപുണികളുടെ കൈമാറ്റത്തിന് വേണ്ടി, നൈപുണികളുടെ സംരക്ഷണത്തിനും കൈമാറ്റത്തിനും വേണ്ടിയിട്ടുള്ള വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനം എന്നാണ്. മോഹൻ ഭാഗവത് എന്താ പറയുന്നത് അറിയോ? 2000 വർഷക്കാലം ജാതിയുടെ പേരിൽ ഒരുപാട് ആളുകൾ അസ്പൃശ്യരായി, മൃഗതുല്യം അവരെ പരിഗണിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത് കോമ്പൻസേറ്റ് ചെയ്യുവാൻ ഒരു 200 വർഷം കൂടെ റിസർവേഷൻ തുടരുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാനതിനെ പിന്തുണക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി RSSൻ്റെ നിലപാട്? ജാതി പീഡനം ഉണ്ടായിട്ടില്ലെന്നാണോ ഉണ്ടായിട്ടുണ്ടെന്നാണോ? പാചജന്യം പറയുന്നു അത് ഹിന്ദു പ്രൈഡിൻ്റെ, ഹിന്ദു ഐഡൻറ്റിറ്റിയുടെ, ഹിന്ദു ഫ്രട്ടേണിറ്റിയുടെ ഒക്കെ ഭാഗമാണെന്ന്. മോഹൻ ഭാഗവത് പറയുന്നു മനുഷ്യരെ മൃഗതുല്യം 2000 വർഷം, ചില്ലറ കാലമല്ല കേട്ടോ, 2000 വർഷം മനുഷ്യരെ മൃഗതുല്യം പരിഗണിച്ചൊരു സംവിധാനമാണ് ജാതി എന്ന് പറയുന്നത്. ബീഹാറിലെ BJP പറയുന്നു ഞങ്ങളാണ് ഈ ജാതി സെൻസസിന് ആവശ്യം ഉന്നയിച്ചത്, ഞങ്ങളാണ് നടപ്പിലാക്കിയത്, ഞങ്ങളുടെ പിന്തുണയിലാണ് നടന്നത്. പാചജന്യം പറയുന്നു ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള മുഗളന്മാരുടെയും മിഷണറിമാരുടെയും ആശയം കടമെടുത്തുകൊണ്ട് കോൺഗ്രസ് പറയുന്നതാണ്. അപ്പോൾ RSSന് ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ പ്രോജക്റ്റ് എന്നാണ് പറയാം. ഇന്ത്യയിലെ ഹിന്ദുത്വ പ്രോജക്റ്റിനെ അടിവേരിളക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജാതി സെൻസസ് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ RSSന് മാത്രമല്ല ഹിന്ദുത്വ പ്രോജക്റ്റിന് മൊത്തത്തിൽ അവർ അങ്ങേയറ്റത്തെ ആശയക്കുഴപ്പത്തിലാണെന്നത് എഗൻ വെളിപ്പെടുത്തുന്ന ഒരു എഡിറ്റോറിയലാണ് വന്നിരിക്കുന്നത്. ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യവിരുദ്ധതകൾ ഇപ്പോഴും നമ്മളെ വിട്ടുപോയിട്ടില്ല. ഇപ്പോൾ ഈ 2 വർഷം മുൻപാണ് തോന്നുന്നു ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനൊരു ദിവസം മുന്നേ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നൊരു വാർത്ത, റാവ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, സ്കൂളിലൊരു കുട്ടി വെള്ളം കുടിക്കാൻ വന്നപ്പോൾ അത് താഴ്ന്ന ജാതിയിലുള്ളതാണെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ തല്ലിക്കൊന്നു കളഞ്ഞു.
അപ്പോൾ അങ്ങനെ നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴും നമ്മൾ ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഭയാനകമായൊരു കാലം കൂടി ഓർക്കണം നമ്മൾ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഈ ലേഖനത്തെ എങ്ങനെ കാണേണ്ടത്, അതിൻ്റെ ഉള്ളടക്കത്തെ? ഈ ലേഖനത്തിൽ ഇപ്പോൾ ജാതി എന്ന് പറയുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ടതാണെന്നും ഓരോ വിഭാഗം ആളുകൾ അവരുടെ പരമ്പരാഗതമായ തൊഴിൽ മേഖലയെ കാത്തുരക്ഷിക്കാൻ വേണ്ടി ആ സിസ്റ്റമാറ്റിക്കായി നമുക്ക് ജാതി വേണമെന്നാണ് പറയുന്നത്. അതിൽ പറയുന്ന ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ നെയ്ത്തുകാരെ പോലെയൊക്കെയുള്ള കുറച്ചുകൂടി ഉയർന്ന കുറച്ചുകൂടി സാമൂഹിക അംഗീകാരമുള്ള ആളുകളെക്കുറിച്ച് പറയും. പക്ഷേ തോട്ടിപ്പണിക്കാരായ ദലിതുകളെക്കുറിച്ച് അത് ശബ്ദിക്കില്ല. ഇപ്പോൾ നമ്മുടെ പ്രധാന സേവകൻ തന്നെ ഒരിക്കൽ നടത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, തോട്ടിപ്പണി ചെയ്യുമ്പോൾ ദലിതുകളായ ആളുകൾ ആത്മീയമായ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. കാരണം അത് വർണ്ണത്തിനകത്ത് അങ്ങനെയാണ് അത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ തൊഴിലെന്നത് വിശ്വാസപരമായും ദൈവികമായും നിഷ്കർഷിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ആത്മീയമായ ഹർഷം അവരനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആളെന്ന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലിരിക്കുന്ന രാജ്യമാണ് ഇതെന്ന് ഓർക്കണം. RSSൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പലപ്പോഴായി വർണ്ണവ്യവസ്ഥ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്നും ഈ രാജ്യത്തിൻ്റെ യൂണിറ്റിക്ക് ആ വർണ്ണവ്യവസ്ഥ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നും പലയിടത്തായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വർണ്ണവ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ഗോൾവൽക്കറിൻ്റെ നിലപാടിനെ എപ്പോഴെങ്കിലും RSS അന്നോ പിന്നീടോ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ നിലപാട് അതാണ്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് മനുസ്മൃതിയിലെ ആശയങ്ങളെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കപ്പെട്ടില്ല. നമ്മളതിൽ പുരാതന കാലത്ത് ലോകമാകെ ആദരിക്കപ്പെട്ട ഒരു ഭരണഘടന നമുക്കുണ്ടായിരുന്നു, അവയെക്കുറിച്ച് നമ്മൾ നിശബ്ദരായി എന്ന് വേദനിച്ച RSSൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും സൈദ്ധാന്തികരുണ്ടായിരുന്നു. മനുസ്മൃതി എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയാം. സ്ത്രീകളും ദലിതരും ശൂദ്രരുമായ മനുഷ്യർ അവർ പ്രാർത്ഥിക്കാൻ പാടില്ല, അവർ ജപിക്കാൻ പാടില്ല, അവർ തെരുവിലിറങ്ങാൻ പാടില്ല, അവരൊന്നിനും അർഹതയില്ലാത്തവരാണ് എന്ന് പറഞ്ഞതാണ് മനുസ്മൃതി എന്ന് ഓർക്കണം. അത്രി സംഹിത എന്നൊരു സംഗതിയുണ്ട്. നമ്മുടെ പഴയ വിധി വന്നപ്പം അത്രി സംഹിത ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ജഡ്ജ് ഈ സ്ഥാപനം ഇനി പ്രവർത്തിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞത്. അത്രി സംഹിതയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഈ ദലിതരായ താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് ശരിയായ നല്ല പേര് വയ്ക്കാനുള്ള അവകാശം പോലും ഇല്ല എന്നാണ് അതിനകത്ത് പറയുന്ന ഒരു സംഗതി. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതാണ് ഈ വഞ്ചകൻ, മോശക്കാരൻ, ഭിക്ഷക്കാരൻ പോലെയുള്ള പേരുകൾ കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഒരു ലേഖനത്തിൽ വായിച്ചു. അപ്പോൾ ഈ ജാതി എന്ന് പറയുന്ന ഏർപ്പാട് ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരോട് എന്താണ് ചെയ്യുന്നത് എന്നതിന് ഇന്ത്യയിൽ ജീവിക്കുന്ന എമ്പാടും ഉദാഹരണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ദലിതുകൾ ആക്രമിക്കപ്പെടുന്നത് അവരുടെ ജാതിയുടെ പേരിലാണ്. ആക്രമിക്കപ്പെടുന്നവരാണല്ലോ. അപ്പോൾ ജാതി ഒരു രാഷ്ട്രത്തിന് ഒരു സിസ്റ്റമായിട്ട് വേണമെന്ന് പറയുമ്പം ഈ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മേൽജാതിക്കാരൻ ജാതിയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ജാതിയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്നത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗം മനുഷ്യരാണ്. അതിനെക്കുറിച്ച് RSS നിരന്തരമായി നിശബ്ദമാവുകയും ഇത് ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറയുകയും ചെയ്യും. ഞാൻ വിചാരിക്കുന്ന RSS എന്തുകൊണ്ടാണ് ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ചോദിച്ചാൽ ഓരോ ആളുകൾക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്താൽ മതി, അതിനപ്പുറമുള്ള സ്വപ്നങ്ങളും വേണ്ട, അതിനപ്പുറമുള്ള പരിപാടികളും വേണ്ട എന്നാണ് RSS പറയുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പണി തോട്ടിപ്പണിയാണെങ്കിൽ തോട്ടിപ്പണി ചെയ്യുക, നിങ്ങളുടെ നെയ്ത്തുപണിയാണെങ്കിൽ അത് ചെയ്യുക, നിങ്ങൾ ഭരണകർത്താക്കളാവേണ്ടവരാണെങ്കിൽ അത് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ നയമെന്ന് പറയാണ്. RSSന് ഇതിൻ്റെ ചീഫ്മാരുടെ പട്ടിക എടുത്താൽ പോലും അതിൽ താഴെ കിടക്കാരായിട്ടുള്ള എത്ര പേര് വന്നിട്ടുണ്ട് എന്ന് പരിശോധിച്ച് നോക്കണം. RSS ബ്രാഹ്മണരിൽ തന്നെയുള്ള ചിത്ബ്രാഹ്മൺ ബ്രാഹ്മണരോടുള്ള സവിശേഷമായ അതിൻ്റെ പ്രതിപത്തിയും അവരെ പ്രധാന സ്ഥാനങ്ങളിൽ കൊണ്ടുവരാനുള്ള അവരുടെ എപ്പോഴത്തെയും ആഗ്രഹം നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് RSSന് എപ്പോഴും ഭരണകർത്താക്കൾ, നയിക്കേണ്ടവർ, നായകർ, ഉടമകൾ എന്നൊക്കെ പറയുന്നത് അപ്പർ കാസ്റ്റുകാരായിരിക്കണം. താഴേക്കിടയിലുള്ള ആളുകൾ വരാൻ പാടില്ല. എല്ലാവരും കൂടി കലരുക, എല്ലാവർക്കും എല്ലാം ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുക, ഭരിക്കാനും പണം കയ്യിൽ വെക്കാനും വരുമാനം ആർജിക്കാനും എല്ലാവർക്കും ഒരുപോലെ അവകാശം വേണ്ട. ഇന്ത്യയിലെ ഒരു ഏറ്റവും അവസാനത്തെ സ്റ്റഡികളെന്ന് പറയുന്നത് ഇന്ത്യയിലെ ദലിതരായ മനുഷ്യർ, അതായത് അപ്പർ കാസ്റ്റിനേക്കാൾ 40% വരുമാന ശോഷണം അനുഭവിക്കുന്നവരാണെന്ന് ഇന്ത്യയിൽ തന്നെ സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന വിഭാഗം, ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന, ഭരണകൂടത്താലും അല്ലാതെയും പീഡിപ്പിക്കുന്ന വിഭാഗം താഴേക്കിടയിലുള്ള മനുഷ്യരാണ്. അപ്പോൾ ജാതി എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ഗുണപരമാണ്. മുഗളന്മാരും മിഷണറിമാരും തകർക്കാൻ ശ്രമിച്ചു പറയും അതിൻ്റെ പ്രിവിലേജ്ഡ് പാർട്ടിക്ക് എപ്പോഴും അതിനെക്കുറിച്ച് വലിയ സ്തുതിഗീതങ്ങൾ എഴുതാൻ പറ്റും. അതിൻ്റെ സഫറിങ് അനുഭവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് ജാതി എപ്പോഴും നേറുന്ന യാഥാർത്ഥ്യമാണ്. RSS അതിനെ പിന്തുണയ്ക്കാനുള്ള കാരണം RSS മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് ഏറ്റവും ഗുണപരമായ വഴി ജാതിയാണ്. അവർക്ക് അതിനകത്ത് എല്ലാവരും കൂടി കലരുക, എല്ലാവരും കൂടി ഒരുമിക്കുക, എല്ലാവർക്കും എല്ലാം ആ പണി പറ്റില്ല എന്നാണ് RSS പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ജാതി വ്യവസ്ഥയോട് എല്ലാ കാലത്തും RSS സ്വീകരിക്കുന്ന സമീപനം അതാണ്. മനുസ്മൃതിയെ കുട്ടി ആഘോഷിക്കുന്ന, അതിനെ പൂജിക്കുന്ന വിഭാഗമാണ്. മനുസ്മൃതി കത്തിച്ചു കളഞ്ഞ പാരമ്പര്യമാണ് BR അംബേദ്കറിനുള്ളത്. അപ്പോൾ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്കറിയാം.